എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ 4ാം ദിനം സമഗ്രാധിപത്യം പുലർത്തി ഇന്ത്യൻ ടീം വിജയത്തിലേക്ക് അടുക്കുകയാണ്. ശുഭ്മൻ ഗിൽ, കെ.എൽ. രാഹുൽ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനങ്ങളുടെ കരുത്തിൽ ഇന്ത്യ 608 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത്. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എന്ന നിലയിലാണ്. 3ാം ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിലായിരുന്ന ഇന്ത്യയ്ക്ക് കരുൺ നായരും കെ.എൽ. രാഹുലുമായിരുന്നു ക്രീസിൽ. 4ാം ദിനം രാവിലെ ഇംഗ്ലണ്ട് ബൌളിംഗ് ആക്രമണം ആരംഭിച്ചത് ക്രിസ് വോക്സിനെ കൊണ്ടായിരുന്നു. രാഹുലും കരുൺ നായരും ചേർന്ന് ശ്രദ്ധയോടെ റൺസ് കണ്ടെത്തി. ബ്രൈഡൻ കാർസിന്റെ ഓവറുകളിൽ രാഹുൽ ബൗണ്ടറികൾ നേടി സ്കോറിംഗിന് വേഗത കൂട്ടി. എന്നാൽ 21ാം ഓവറിൽ ബ്രൈഡൻ കാർസിന്റെ പന്തിൽ ജാമി സ്മിത്തിന് ക്യാച്ച് നൽകി കരുൺ നായർ പുറത്തായി. 7 വർഷത്തിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ കരുണിന് ഈ ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടാൻ സാധിക്കാതെ പോയത് നിരാശയായി. 2 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന നിലയിലായിരുന്നു അപ്പോൾ ഇന്ത്യ. പിന്നീട് ക്രീസിലെത്തിയത് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലായിരുന്നു. രാഹുലും ഗില്ലും ചേർന്ന് മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി. 28ാം ഓവറിൽ ജോഷ് തങ്ങിന്റെ പന്തിൽ 3 റൺസ് നേടി കെ.എൽ. രാഹുൽ തന്റെ 18ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 30ാം ഓവറിൽ ജോഷ് തങ്ങിന്റെ പന്തിൽ 10 ബൗണ്ടറികളോടെ 55 റൺസ് എടുത്ത രാഹുൽ പുറത്തായി. ഇതോടെ ഇന്ത്യയ്ക്ക് 126 റൺസിൽ 3ാം വിക്കറ്റ് നഷ്ടമായി. രാഹുൽ പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി അക്കൗണ്ട് തുറന്നു. തുടർന്ന് ഒരു സിക്സറും പറത്തി പന്ത് തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. ഗില്ലും പന്തും ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാരെ കടന്നാക്രമിച്ചു. ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 177 റൺസ് എന്ന നിലയിലായിരുന്നു. ലഞ്ചിന് ശേഷവും പന്തും ഗില്ലും തങ്ങളുടെ തകർത്തു കളി തുടർന്നു. 40ാം ഓവറിൽ ജോഷ് ടങ്ങിനെതിരെ ശുഭ്മൻ ഗിൽ ഒരു സിക്സറും 2 ബൗണ്ടറികളും ഉൾപ്പെടെ 14 റൺസ് അടിച്ചെടുത്തു. 42ാം ഓവറിൽ ഗിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെ 44ാം ഓവറിൽ ഋഷഭ് പന്ത് തന്റെ 16ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി തികച്ചു. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം പന്ത് കൂടുതൽ അപകടകാരിയായി. അദ്ദേഹം 97 മീറ്റർ ദൂരമുള്ള ഒരു സിക്സർ അടക്കം നേടി. ഋഷഭ് പന്തും ശുഭ്മൻ ഗില്ലും ചേർന്ന് 4ാം വിക്കറ്റിൽ 110 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തി. 47ാം ഓവറിൽ ഷോയിബ് ബഷീറിന്റെ പന്തിൽ ബെൻ ഡെക്കറ്റിന് ക്യാച്ച് നൽകി 8 ബൗണ്ടറികളും 3 സിക്സറുകളും സഹിതം 65 റൺസ് എടുത്ത പന്ത് പുറത്തായി. ഇതോടെ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 237 റൺസായി. പന്ത് പുറത്തായതിനു ശേഷം രവീന്ദ്ര ജഡേജ ക്രീസിലെത്തി. ജഡേജയും ഗില്ലും ചേർന്ന് സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി. 67ാം ഓവറിൽ ശുഭ്മൻ ഗിൽ തന്റെ 8ാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി. ടീ ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 304 റൺസ് എന്ന നിലയിലായിരുന്നു. ശുഭ്മൻ ഗിൽ 100, രവീന്ദ്ര ജഡേജ 25 എന്നിവരായിരുന്നു ക്രീസിൽ. ടീ ബ്രേക്കിന് ശേഷം ഗില്ലും ജഡേജയും കൂടുതൽ ആക്രമണകാരികളായി. 70ാം ഓവറിൽ ശുഭ്മൻ ഗിൽ ക്രിസ് വോക്സിനെതിരെ ഒരു സിക്സറും 2 ബൗണ്ടറികളും നേടി. 77ാം ഓവറിൽ രവീന്ദ്ര ജഡേജ ജോ റൂട്ടിനെതിരെ 2 ബൗണ്ടറികൾ നേടി. 78ാം ഓവറിൽ ശുഭ്മൻ ഗിൽ തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി. 80ാം ഓവറിൽ ജഡേജ ഒരു ബൗണ്ടറിയും ഗിൽ ഒരു ബൗണ്ടറിയും ഒരു തകർപ്പൻ സിക്സറും നേടി. ഇതോടെ ശുഭ്മൻ ഗിൽ 150 റൺസ് പിന്നിട്ടു. 82ാം ഓവറിൽ ഷോയിബ് ബഷീറിന്റെ പന്തിൽ 13 ബൗണ്ടറികളും 8 സിക്സറുകളും സഹിതം 161 റൺസ് എടുത്ത ശുഭ്മൻ ഗിൽ പുറത്തായി. ഒരു ടെസ്റ്റ് മത്സരത്തിൽ 400-ലധികം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും ലോകത്തിലെ 5ാമത്തെ താരവുമായി ഇതോടെ ഗിൽ മാറി. ഗിൽ പുറത്തായതിനു ശേഷം നിതീഷ് കുമാർ റെഡ്ഡി ക്രീസിലെത്തിയെങ്കിലും സാക് ക്രോളിക്ക് ക്യാച്ച് നൽകി നിരാശപ്പെടുത്തി. പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ ക്രീസിലെത്തി. ജഡേജയും സുന്ദരും ചേർന്ന് സ്കോർ 427-ലെത്തിയപ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. ഇതോടെ 1ാം ഇന്നിംഗ്സിലെ 180 റൺസിന്റെ ലീഡും ചേർത്ത് ഇംഗ്ലണ്ടിന് 608 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചു. രവീന്ദ്ര ജഡേജ 69 റൺസുമായി പുറത്താകാതെ നിന്നു. വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത്. മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ വിറപ്പിച്ചു. സാക് ക്രോളിയെ 11ന് സിറാജ് പുറത്താക്കി. പിന്നാലെ ആകാശ് ദീപ് ബെൻ ഡെക്കറ്റിനെയും ജോ റൂട്ടിനെയും ക്ലീൻ ബൗൾഡാക്കി മടക്കി അയച്ചു. ഇതോടെ 50 റൺസ് എടുക്കും മുമ്പ് ഇംഗ്ലണ്ടിന് 3 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എന്ന നിലയിലാണ്. ഒല്ലി പോപ്പ് 24, ഹാരി ബ്രൂക്ക് 15 എന്നിവരാണ് ക്രീസിലുള്ളത്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ ഇനിയും 536 റൺസ് കൂടി വേണം. ഇന്ത്യയ്ക്ക് വിജയത്തിനായി ഇനി വേണ്ടത് വെറും 7 വിക്കറ്റുകൾ മാത്രം. അവസാന ദിനത്തിൽ ഇംഗ്ലണ്ടിന് അത്ഭുതങ്ങൾ സംഭവിക്കുമോ അതോ ഇന്ത്യ ആധികാരിക വിജയം നേടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.